ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ ഡേയെ കുറിച്ചും ആ ദിവസത്തിൽ നമ്മളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആ സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് ഡിസംബർ 19 അന്നത്തെ ദിവസം നമുക്കൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യാം. അഥവാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ദിവസം നിങ്ങളൊന്ന് കുറച്ച് സമയം മാറ്റിവെച്ച് ഇത് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഡിസംബർ 19 മുൻപാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കുക. അവരുടെ ആഗ്രഹങ്ങൾ കൂടി മാനിഫെസ്റ്റ് ആവട്ടെ, അവരും ചെയ്യട്ടെ. പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രം അയച്ചു കൊടുക്കുക. പിന്നെ ഇത് തോട്ട് റിലേറ്റഡ് ആണ്. തോട്ടിൻ്റെ പവറിൽ വിശ്വസിക്കുന്നത് ആളുകൾ, അതുപോലെ സ്പിരിച്വൽ പവറിൽ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതാണ്. വിശ്വാസം ഇല്ലാത്ത ആളുകൾ ചെയ്തു കഴിഞ്ഞാലും നടക്കും. പക്ഷേ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ട്രസ്റ്റ് ചെയ്യുമെങ്കിലും ചെയ്യണം. ഓക്കെ, അല്ലാതെ ഇതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും പോസിബിൾ അല്ല എന്നൊക്കെ പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക. ആദ്യമേ ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഡിസംബർ 19 എന്താണ് ചെയ്യേണ്ടത്? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, കുറച്ച് കോഫി പൗഡർ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വേണ്ടത് കുറച്ച് കല്ലുപ്പ്. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് വേണ്ടത്. രണ്ടും ഓരോ ടീസ്പൂൺ വീതം മതി. കുക്ക് ചെയ്യാനൊന്നും പോവുകയല്ല, ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കൈ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. ആ കൈയിലോട്ട് 1 ടീസ്പൂൺ കല്ലുപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കോഫി പൗഡർ, ഇത് രണ്ടും ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ ഇടത് കൈ കൊണ്ട് വലത് കൈയിലിടുക. ഓക്കെ, ഒരു സ്പിരിച്വൽ ടെക്നിക്ക് ആയതുകൊണ്ട് നമ്മൾ വലത് കൈ യൂസ് ചെയ്യാം. ഇടത് കയ്യിൽ ടീസ്പൂൺ പിടിച്ച് കോഫി പൗഡർ ഇടുന്നു, 1 ടീസ്പൂൺ സാൾട്ട്, കല്ലുപ്പാണേ, കല്ലുപ്പിടുന്നു. എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം അതിലോട്ട് നോക്കുക. നോക്കിയിട്ട് ഒരു 60 സെക്കൻഡോളാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കുന്ന സമയത്ത് 1-2 തവണ കണ്ണ് ബ്ലിങ്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നോക്കിക്കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇത് ഹോൾഡ് ചെയ്ത് ചെയ്യുക. കൈയിനുള്ളിലായിരിക്കും ഇപ്പോൾ ഇതുണ്ടാവുക, കോഫി പൗഡർ പ്ലസ് സാൾട്ട്. എന്നിട്ട് നമ്മൾ കണ്ണടച്ചുകൊണ്ട് മനസ്സിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം, അത് 2026 മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എടുക്കാം. അത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗോളാവാം, അല്ലെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗോളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാവാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയാണെങ്കിലും അത് മനസ്സിൽ ഒരു 21 തവണ ചിന്തിക്കുക ഇൻറ്റൻഷനായിട്ട്. എന്നതാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ഓക്കെ, ചിന്തിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് ഇത് കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ കൈ മടിയിൽ വെക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുകയോ ഒക്കെ ചെയ്യാം. കയ്യിൽ പിടിച്ച് തന്നെ ഒരു 2 മിനിറ്റ്സ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, എന്താണ് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് അത് ലഭിക്കുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. 2 മിനിറ്റ്സ് കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷവും കാര്യങ്ങളും മനസ്സിൽ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ 1 മിനിറ്റോളം, 2 മിനിറ്റ്സ് വിഷ്വലൈസേഷന് ശേഷം 1 മിനിറ്റ് മനസ്സിൽ താങ്ക് യു സോ മച്ച്, അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ്, അല്ലെങ്കിൽ താങ്ക് യു ഗോഡ് എന്ന് നിങ്ങൾ മനസ്സിൽ പറയുക. 1 മിനിറ്റോളം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് പറയേണ്ടത്? ഒന്നുകിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിൽ ആ ഒരു നന്ദി, അത് ലഭിച്ചതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബോഡിയിൽ 5 സെൻസസ് വെച്ച് ഫീൽ ചെയ്യുക. അത് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളുടെ ആ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ താങ്ക് യു ഗോഡ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം. 1 മിനിറ്റോളം പറയാം. ഇത്രയാണ് സ്റ്റെപ്പ് ഉള്ളത്. അത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സാൾട്ടും ഈ കോഫി പൗഡറും നിങ്ങൾക്ക് പുറത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇടാവുന്നതാണ്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിതറുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇടാം. ഓക്കെ, അത് എവിടെ കൊണ്ടുപോയി ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇനി അടുപ്പിലിട്ടാലും പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് പറയുമ്പോൾ ഈ ടോപ്പിക് ചെയ്യണോ എന്ന് വരെ എനിക്ക്
ഒരു ജസ്റ്റ് ഒരു ഫിയർ ഉണ്ടായിരുന്നു. കാരണം പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇതിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അല്ലാത്ത ആളുകൾ നെഗറ്റീവ് കമൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമേ അതാണ് പറഞ്ഞത്, ലോ ഓഫ് അട്രാക്ഷനിൽ, തോട്ടിൻ്റെ പവറിൽ ഒക്കെ വിശ്വസിക്കുന്ന, സ്പിരിച്വൽ പവറിൽ ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു നോക്കുക. 100% റിസൾട്ട് കിട്ടും. അപ്പോൾ ഡിസംബർ 19 മറക്കണ്ട. ഇനി പല ആളുകളും സാറേ എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കമൻറ്റുകളിൽ. അപ്പോൾ അതുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഡിസംബർ 19 തുടങ്ങുന്ന 12 AM ആ ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഇനി ആ സമയത്ത് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ സമയം മുതൽ മോർണിംഗിൽ, ഏർലി മോർണിംഗ്, നിങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഏത് സമയത്തും ചെയ്യാം. അതായത് ഒരു 12 AM മുതൽ ഒരു 6:30 അല്ലെങ്കിൽ ഒരു 6 o'clock വരെ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരു 8 മണി മുതൽ നിങ്ങൾക്ക് രാത്രി 12 മണി വരെയുള്ള ഒരു ടൈമിലും ചെയ്യാം. ഡിസംബർ 19 എന്നുള്ള ഡേറ്റ് ആയിരിക്കണം. ഡേ ടൈമിൽ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. ഓക്കെ, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ്, അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയം. അത് 12 മണി കഴിയരുത്, അതിന് മുമ്പായിരിക്കണം. ഓക്കെ, ഡേറ്റ് മറക്കണ്ട, ഡിസംബർ 19. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നേടാനുണ്ടെങ്കിൽ അതും മാനിഫെസ്റ്റ് ആവട്ടെ. ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക. ഇത് ഒരു ദിവസം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ കാത്തിരിക്കുക ഓരോ ദിവസവും ആ ഒരു ഡേറ്റിന് വേണ്ടിയിട്ട്. ഇന്ന് മുതൽ അത് മനസ്സിൽ തീരുമാനിക്കുക, ഡിസംബർ 19 ഞാൻ ഈ ടെക്നിക്ക് ചെയ്തിരിക്കും. നിങ്ങൾ അങ്ങനെ തീരുമാനമെടുത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക, ഐ വിൽ ഡു ഇറ്റ് ഓൺ ഡിസംബർ 19. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും ചെയ്യുക. അതിനുശേഷം 2026 മാനിഫെസ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ താഴത്ത് തന്നെ വന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. താങ്ക്